വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇടിയപ്പം റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. റാഗി കൊണ്ടുള്ള ഇടിയപ്പം റെസിപ്പി വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ എടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുകയും അപ്പോൾ തന്നെ വാച്ച് ചെയ്യാനും പറ്റുകയും ചെയ്യും. ഇനി നമ്മുടെ ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് ഒരു കടായി വെച്ചു. കടായിലോട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അതുപോലെ ആവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആദ്യം ഇട്ട് കൊടുത്ത് മിക്സാക്കിയിട്ട് വേണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഗ്യാസ് ഓണാക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കുന്നുണ്ട്. ആ സമയം ഒന്ന് അടച്ചും കൊടുക്കുന്നുണ്ട്. അപ്പോഴേ പെട്ടെന്ന് തിളച്ച് കിട്ടുകയും ചെയ്യും. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് റാഗി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം 1 കപ്പ് ഇട്ടു. ആ സമയത്ത് ഗ്യാസ് സിമ്മയിലോട്ട് ഇട്ട് കൊടുക്കുന്നു. ഞാനിവിടെ ശകലം ഇട്ട് കൊടുത്തിട്ടാണ് ഗ്യാസ് സിമ്മയിലോട്ട് വെക്കുന്നത്. എന്നിട്ട് ബാക്കി ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് 1/2 കപ്പ് റാഗിപ്പൊടിയുടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. റാഗിപ്പൊടി ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഗ്യാസും ഓഫാക്കുന്നുണ്ട്. 2 കപ്പ് വെള്ളവും 1/2 കപ്പ് റാഗിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോഴേ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് ആ വെള്ളവും ഇതും റാഗിപ്പൊടി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഞാൻ 2 മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. നമ്മൾ ഇതുപോലെ റാഗി കൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ചിലരിത് വറക്കുന്ന കാണാം. അല്ലെങ്കിൽ ഈ റാഗിപ്പൊടിയുടെ കൂടെ അരിപ്പൊടി കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കും. ഇവിടെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. വെറുതെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പം വേണമെങ്കിൽ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാനിത് ഇവിടെ മാറ്റുന്നില്ല. കാരണം ഇത് നല്ലതായിട്ട് എനിക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാത്രമാണ്. അതുകൊണ്ട് ഞാനിത് മാറ്റുന്നില്ല. മാവിന് ശകലം ചൂടുണ്ട്, കുഴപ്പമില്ല. നമുക്കത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ വെള്ളം ചേർത്ത് കുഴയ്ക്കുന്ന മാവ് എപ്പോഴും ഒരു 5-10 മിനിറ്റ് മാറ്റി വെച്ച് കഴിച്ചിട്ട് പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് നീഡ് ചെയ്തെടുക്കണം. അങ്ങനെയുള്ള മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പം നന്നായിട്ടൊന്ന് നീഡ് ചെയ്തെടുക്കും. ഇങ്ങനെ കുഴയ്ക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം ആവശ്യമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ചെറിയ ചൂടുവെള്ളം 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ നല്ലതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇനി ആ സമയത്ത് നമ്മൾ ഇടിയപ്പത്തിൻ്റെ സേവനാഴി അത് സെറ്റ് ചെയ്യാം. നമുക്ക് ഇടിയപ്പത്തിന് എന്തുമാത്രം തിക്നെസ് വേണം അതനുസരിച്ച് അച്ച് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു മീഡിയം സൈസുള്ള അച്ചാണ് എടുത്തിരിക്കുന്നത്. അത് സേവനാഴിയിലോട്ട് ഇട്ട് കൊടുക്കുന്നു. പിന്നെ സേവനാഴിയുടെ സൈഡിലൊക്കെ ചില എണ്ണമയം തൂത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സൈഡിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യും. പിന്നെ നമ്മളിങ്ങനെ തിരിക്കുമ്പോൾ അവസാനം നമ്മളിത് തിരിച്ച് നമ്മൾ ഇടിയപ്പം എല്ലാം ആക്കി കഴിഞ്ഞ് പിന്നെ ഇത് ഊരിയെടുക്കുന്ന സമയത്ത് നമ്മൾ കാണാം മാവ് കുറച്ച് മേലോട്ട് വന്നിരിക്കുന്നതായിട്ട് കാണാം. അതിൻ്റെ ആ നടുക്കൂടുള്ള ഭാഗത്തൂടെ വന്നിരിക്കുന്നത് കാണാം. അതൊക്കെ ആണെങ്കിൽ ഒഴിവാക്കാൻ നമ്മൾ ശകലം ഒന്ന് എണ്ണമയം തൂത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. എന്നിട്ട് സേവനാഴിയിലോട്ട് നമ്മുടെ മാവ് ഇട്ട് കൊടുത്തിട്ട് അത് പ്രോപ്പറായിട്ട് വെച്ച് അത് ടൈറ്റ് ആക്കുന്നുണ്ട്.
ഇടിയപ്പത്തിൻ്റെ തട്ടിലേക്ക് എണ്ണമയം തൂത്ത് കൊടുക്കുന്നു. എന്നിട്ട് 1 ടീസ്പൂണ് തേങ്ങ തിരുമ്മി ഇട്ട് കൊടുക്കുന്നു. തേങ്ങ തിരുമ്മി ഇട്ട് കൊടുക്കണമെന്ന് ഇവിടെ നിർബന്ധമില്ല, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂണ് വീതം തേങ്ങ തിരുമ്മി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇടിയപ്പത്തിൻ്റെ സേനാഴി പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് പ്രസ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ടോപ്പിൽ ഞാൻ 1 ടീസ്പൂണ് തേങ്ങ തിരുമ്മി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കുന്നുണ്ട്. അതിലാണെങ്കിൽ ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നില്ല, വെറുതെ അത് പ്രസ് ചെയ്തെടുക്കുമായിരുന്നു ചെയ്ത്. അങ്ങനെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇടിയപ്പം റെസിപ്പിയാണ്. അപ്പോൾ ഇത് റാഗിയുടെ പൊടി മേടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അതുപോലെ നമ്മളിത് കുഴഞ്ഞു പോകുമെന്ന് വെച്ചിട്ട് നമ്മൾ സാധാരണ ഇത് ഉണ്ടാക്കാറില്ല. പക്ഷേ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. എപ്പോഴും പറയും പോലെ ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ഓൾ എന്ന ബെല്ലൈക്കണോട് എന്ന് തന്നെ ചെയ്ത് വെക്കാനും മറക്കരുത്. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.